മരങ്ങൾ തിങ്ങി പാർത്തു നിൽക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വളരെ മനോഹരമാണ്. എന്നാൽ ആ വനത്തിലേക്ക് അല്ലെങ്കിൽ ആ മരങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഓരോ മരവും ഒറ്റയ്ക്കാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളും. നമ്മൾ ജീവിക്കുന്നത് സമൂഹങ്ങളിലാണ്, കുടുംബങ്ങളിലാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് കണ്ടെത്താനാവും നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. പക്ഷേ അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. കാരണം ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചവരാണ് ലോകത്തെ കീഴടക്കിയിട്ടുള്ളത്. തോമസ് ആൽവ എഡിസൺ, അബ്ദുൽ കലാം തുടങ്ങി അനേകം വലിയ നേതാക്കളും വലിയ ശാസ്ത്രജ്ഞന്മാരും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവരാണ്. ഉയരങ്ങളിലേക്ക് ഉയർന്നു പറക്കുന്ന കഴുകൻ ഒറ്റയ്ക്കാണ് പറക്കുന്നത്. വന്യമൃഗങ്ങളെ കീഴടക്കുന്ന സിംഹം ഒറ്റയ്ക്കാണ് ഇര തേടുന്നത്. അതുപോലെ ജീവിതങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ അതിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം. സന്തോഷത്തോടെ ആ ഒറ്റപ്പെടുന്ന അവസ്ഥയെ എൻജോയ് ചെയ്യാം. കാരണം അപ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെടുന്ന അവസരങ്ങളിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആ അവസരങ്ങളെ മുതലെടുക്കുവാനും ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് ഉയർന്നു പറക്കുവാനും നമുക്ക് സാധിക്കണം.